ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പോകുന്നതേ ലക്കിക്ക് 5 വയസ്സിൻ്റെ വാക്സിൻ എടുക്കാനാണ്. ഇതിപ്പോൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയായിരുന്നു, ഒന്നുകിൽ ലക്കിക്ക് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ ഏട്ടന് സമയം കാണത്തില്ല. പിന്നെ ഹോസ്പിറ്റലിലാന്നേ 2 ദിവസമേ ഉള്ളൂ ഇതുപോലെ വാക്സിൻ്റെ ഡേറ്റുകൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ശനിയാഴ്ച പോയതാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നുള്ളത്. രാവിലെ മാർക്കറ്റിലെന്നും പറഞ്ഞിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ ലക്കി. ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേ കരച്ചിലും ബഹളവും തുടങ്ങും. പിന്നെ കുറേ ദൂരം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊട്ടങ്ങോട്ട് എത്തിയപ്പോൾ ആൾക്ക് മനസ്സിലായി കേട്ടോ, പന്തികേടല്ലെന്ന്. പെട്ടെന്ന് ഇറങ്ങി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ മേലോട്ട് കയറി ഇരിക്കുന്നില്ല, ആകെ ബഹളം തന്നെ ആയിരുന്നു. ഇതിൻ്റെ അകത്തിരുന്നോളാൻ അവൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ലക്കി പറയുന്നുണ്ടായിരുന്നേ, മാർക്കറ്റിലെന്നും പറഞ്ഞല്ലേ എന്നെ കൊണ്ടുവന്ന്, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, തിരിച്ച് പോവാച്ചാന്നും പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഏട്ടൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അന്നില്ല പൂച്ച കടിച്ച് എൻ്റെ വാക്സിൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി എന്തായാലും ലക്കി ഇവിടെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുപ്പിക്കത്തില്ല എന്ന് കേട്ടോ. അവക്കിരുന്ന് പറയുന്നുണ്ട്, അച്ഛ എൻ്റെ പ്രോമിസ് പൊട്ടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാം, ചേച്ചി കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചേച്ചിക്ക് എടുത്തുവിടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ അടിയിലിരുന്നിട്ട്. ഇനി എന്തായാലും മേളിലോട്ട് കയറിയിരിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വാശി തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ആളോടും മിണ്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്ക് ഉറക്കം വരുന്ന, അച്ഛാ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളം തന്നെ ആയിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ മുതൽ ബഹളം തുടങ്ങിയതാണ്. പിന്നെ ഒരു വിധത്തിൽ പുറത്തിറങ്ങുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അച്ഛൻ അമ്മയെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പിച്ചോളാം കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ കാർന്ന് വരുന്നില്ല, ഇവിടെ ഇരുന്നോളാന്ന്. അങ്ങനെ കാറിൽ നിന്നൊക്കെ വലിയ കഷ്ടപ്പെട്ട് പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളോടൊന്നും മിണ്ടാതെ പോവുകയാണ് കേട്ടോ. ഞങ്ങളോടൊക്കെ അവൻ പിണക്കമാണ്. ഞാൻ പോവാ. ഇവിടാണ് ഈ തുണ്ടൊക്കെ എടുക്കുന്ന സ്ഥലം. ഏട്ടൻ വേഗം നിങ്ങൾ പോകുന്നു കേട്ടോ. ഞാൻ പിന്നെ ലക്കിയെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പതുക്കെ ഇങ്ങ് ഇറക്കിക്കൊണ്ട് വന്നതാണ്. കുറച്ച് സമയം എടുത്തിട്ട് ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരാൻ. ഇന്നാണേ ഭയങ്കര തിരക്കുവാണേ. ഇല്ലെങ്കിലും തിരക്ക് തന്നെയാണ്. വല്ല അവധി ദിവസമൊക്കെ ആണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നിറയെ ആളുകളുണ്ട്. ഇങ്ങ് വന്നിവിടെ നിന്നപ്പോഴേ ഏട്ടൻ പറഞ്ഞ ബഹളം ഉണ്ടാക്കുന്ന പിള്ളേർക്ക് അവർ 3 ഇഞ്ചക്ഷൻ എടുക്കുമെന്നേ. അപ്പം പിന്നെ ബഹളം ഉണ്ടാക്കാതെ ഒരെണ്ണം മതിയെന്നും പറഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണേ. അച്ഛാ ഞാനീ ബഹളം ഉണ്ടാക്കത്തില്ല, എനിക്ക് തണ്ടി കയ്യിലെടുത്താൽ മതി എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അകത്ത് കയറി ഓരോ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ കണ്ടപ്പോഴേ ആളുടെ മൂടങ്ങ് മാറി കേട്ടോ. ഇറങ്ങിപ്പോവാണ് ആശം പതുക്കെ. പിന്നെ പിടിച്ച് വലിച്ച് ഒരു 2-3 പേരൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇഞ്ചക്ഷൻ എടുത്തത്. പിന്നെ പതുക്കെ ഇങ്ങ് പുറത്തിറക്കി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നല്ല വേദനയുണ്ടായിരുന്നു കേട്ടോ. ലക്കിക്കാന്നേ കുറച്ച് വർഷം മുന്നേയും വാക്സിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ ഈ ഒരു വേദന ഇല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നല്ല വേദനയുമായി. 2 ദിവസം പനിയായിരുന്നേ. വല്ലാത്ത കഷ്ടമായിരുന്നു കേട്ടോ. കാല് തറയിൽ ചവിട്ടുന്നില്ലായിരുന്നു, ആകെ വേദന തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിൽ ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. വീട്ടിൽ വന്ന് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മുതൽ വേദന തന്നെയാണ് കേട്ടോ. നമുക്ക് കാലി തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ചൂടായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല കരയുന്നുണ്ടായിരുന്ന ആൾ, അതുപോലെ നല്ല ചൂടും. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരെയും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് നേരം കരഞ്ഞായിരുന്നേ. പിന്നെ ആൾക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടോ. എന്നാലും വേദന ഉണ്ടായിരുന്നേ. പക്ഷേ വേദനയൊന്നും ആൾ പുറത്ത് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ നടക്കാം. ആൾക്ക് എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയപ്പോഴേ മറ്റേ കാല് തറയിൽ ചവിട്ടാൻ പറ്റുന്നില്ലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അതാണ്ട് കുറച്ച് പഞ്ഞിയൊക്കെ കിട്ടി, അതൊക്കെ ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണേ.
ഇതൊന്നും വീഡിയോ പിടിക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കാണുമെന്ന്, അതമ്മ എല്ലാവരെയും കാണിക്കുമെന്ന്. അതുകൊണ്ട് ആൾ ഒളിച്ചൊക്കെയാണ് ആ പഞ്ഞി വെച്ചത് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആകെ വേദനയായി, ഭയങ്കര വേദന എടുത്ത് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ട ഇതുപോലെ ചെറിയ ചൂടൊക്കെ പിടിച്ചു കൊടുത്ത് ആ വേദനയൊന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. വലിയ ചൂടൊന്നുമല്ല, ചെറിയൊരു ചൂട്. പിന്നെ ആൾക്ക് 2 ദിവസം പനിയും ബഹളവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെ ആയിരുന്നു. വല്ലാത്ത കഷ്ടം തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു വാക്സിൻ. ഇതുവരെ കുഞ്ഞുനാളിലൊക്കെ വാക്സിന് മറ്റേ 2-3 മാസത്തിലൊക്കെ ഉള്ളതിന് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് 2 വയസ്സിലൊക്കെ ഇല്ലേ, അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആരോ പറയുന്നുണ്ടായിരുന്നു മറ്റേ വേദനയില്ലാത്ത വാക്സിനുണ്ട്. അത് സംഭവം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇത് വല്ലാത്ത കഷ്ടപ്പാട് തന്നെയായിരുന്നു ലക്കിക്ക്. 2 ദിവസം ആഹാരം കഴിക്കാനും ഒക്കെ പാടായിരുന്നു. ഒരു കാര്യത്തിനും ആൾക്ക് മൂടില്ല, ഫുള്ള് കരച്ചിലും ബഹളവും. മറ്റേ കാലൊന്നും തറയിൽ ചവിട്ടുന്നില്ല, ആരെങ്കിലുമൊക്കെ എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകണമായിരുന്നു. അതേപോലെ പ്രശ്നമായിപ്പോയി കേട്ടോ ലക്കിക്ക്. ഇപ്പം ആൾ സെറ്റായേ. ഇന്ന് രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇന്നാണ് സ്കൂളിൽ വിട്ടത്. വലിയ കരച്ചിലൊക്കെ തന്നെ ആയിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.